എടാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോണ? എടാ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാ. എടാ അന്നത്തെ പോലെ ഭാര്യ കൊണ്ടുപോയിട്ട് ഇടി ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടാ. ഇത് അതൊന്നും അല്ല, ഒരു ഡീസന്റ് പരിപാടിക്കാ. നീ വാ. അല്ല ഇവിടെ എന്താ പരിപാടി? ഒരു പെണ്ണാളില് ഓർക്കേ പറഞ്ഞില്ല കേട്ടാ. നിനക്കൊന്നാതെ പെണ്ണ് തെറ്റാവണില്ലല്ലോ, നിന്നെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അഭിലാഷേ നീ വന്നേ. ഞാൻ വരൂല. കുട്ടി പോയിട്ട് ഡ്രസ് മാറിയിട്ട് വാ. അതിനിപ്പോ എന്താ, ഞാൻ ഇത് കിട്ടിട്ട് പുറത്തു പോകണ്ടല്ലോ. എന്നാലും ഡ്രസ് മാറിയിട്ട് വാ. ഇത് മതി, നല്ലതാ. ഓ എടാ മോനെ, വലിയ കുഴപ്പമില്ലല്ലേ? കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. അച്ഛനമ്മയൊക്കെ നാട്ടിലാണ്. പിന്നെ എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് പോരെ അവരെ വിളിക്കാൻ. നിനക്ക് എന്തുകൊണ്ടും പറ്റിയ ബന്ധോടെ. ഹായ് ബ്രോ. ഇവനേതാ? ആ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. മീറ്റ് മൈ ബെസ്റ്റ് അർജുൻ. യോ ബ്രോ. അല്ല 2 ഗ്ലാസ് എന്തിനാ? അതായത് ബഡി, ഇത് ഔട്ട് സൈഡ് വെക്കാൻ, ഇത് ഇൻസൈഡ് വെക്കാൻ. നിങ്ങളെല്ലാരും ഒരുമിച്ചാണ് താമസിക്കണം? ആ ഞങ്ങളിവിടെ 3 ബോയ്സും 2 ഗേൾസും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അല്ല നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കിടക്കണം? അതിനിപ്പോ എന്താ, ചേട്ടൻ ഈ വീട് കണ്ടതല്ലേ? ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ ഒരു റൂമിൽ കിടക്കുന്നത്? ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബഡി. പിന്നെ പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ഞാൻ ജോലിക്ക് പോയി കാശുണ്ടാക്കി എന്റെ കാര്യങ്ങൾ നോക്കി നടക്കും. അങ്ങനെ വേറെ വല്ലതും പറയാനുണ്ട് നീ? പിന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റിംഗ് കഴിഞ്ഞ് തീരുമാനിക്കാം. അതല്ലേ നല്ലത്? നീ ഇങ്ങനെ മുടി അടിച്ചാൽ നല്ലത്. എടി, ഇന്ന് നിന്റെ മുന്നിൽ ഞാൻ കഴുത്തറത്ത് ചാവും. അതിന് മൂർച്ചയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അടുക്കളയിൽ മൂർച്ചയുള്ള കത്തിയുള്ളൂ. ഇത്രയും നാൾ നീ എന്നെ പ്രേമിച്ചെടുത്തിട്ട് ഇപ്പൊ നിനക്കെന്നെ വേണ്ടല്ലേ? നിന്നെ ഞാൻ അന്നേ ബ്രേക്കപ്പ് പറഞ്ഞ് പോയതല്ല, പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? എന്തോടെ നടക്കണ? എടാ നമുക്ക് പോവാ. അല്ല നിങ്ങൾ എങ്ങടാ പോകുന്നേ? അങ്ങ് പോയിട്ട് വിളിക്കാം. ദുരന്തത്തിന് രക്ഷപ്പെട്ടല്ലേ? കെട്ടി ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്നാ ബഡി കീച്ചു കളഞ്ഞേക്ക്. സോറി, ഞാനേ ഫോൺ എടുക്കാൻ വന്ന. യു കണ്ടിന്യൂ. ഫോൺ എടുക്കാൻ മറന്നു. അവിടെ എന്താ വലിയൊരു സൗണ്ട് കേട്ടാ? അവിടെ വലിയൊരു കലാപം നടക്കും. നമുക്ക് വേഗം പോവാം.